പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ൽ കർത്താവ് സാത്താനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനായ ജോബ് സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീതനായിരുന്നു. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ദൈവം സാത്താനെ അനുവദിച്ചു. സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. സാത്താനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ സാത്താൻ എങ്ങനെ ഉണ്ടായി? യെശയ്യാ 14:12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ ലൂസിഫർ പാതാളത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി? മാലാഖയാണ് അഹങ്കാരം മൂലം പിശാചായി മാറിയത്. ലൂസിഫർ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രകാശം കൊണ്ടു നടക്കുന്നവൻ എന്നാണ്. തിരുവചനം അവനെ വിളിച്ചത് ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്നാണ്. പ്രഭാത നക്ഷത്രത്തിന് എന്താണ് സംഭവിച്ചത്? അവൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നത ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് ഉപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഉന്നതമായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. അപ്പോൾ ദൈവത്തെ പോലെ ആകാനുള്ള അത്യാഗ്രഹവും അഹങ്കാരവുമാണ് പ്രഭാത നക്ഷത്രത്തെ പാതാളത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടത്. സാത്താൻ ഇന്നും മനുഷ്യരെ വഞ്ചിക്കുവാനായി, കെണിയിൽ വീഴ്ത്തുവാനായിട്ട് ചുറ്റി നടക്കുകയാണ്. മനുഷ്യഹൃദയങ്ങളിൽ അഹങ്കാരവും അത്യാഗ്രഹവും ധിക്കാരവും വിദ്വേഷവും വിതച്ചുകൊണ്ട് മനുഷ്യമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് സാത്താൻ ചെയ്യുന്നത്. വെളിപാട് 12:9 സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. വെളിപാട് 12:12 ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. എന്തിനാണ് സാത്താൻ വരുന്നത്? അല്ലെങ്കിൽ സാത്താൻ്റെ ലക്ഷ്യം എന്താണ്? സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാകയാൽ നുണ പറഞ്ഞ് തെറ്റായ ബോധ്യം തന്ന് മനുഷ്യമക്കളെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ചെടുത്ത് അവൻ്റെ രാജ്യത്തിൽ ചേർക്കുവാനാണ് അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിശാച് ആദ്യം തകർക്കുന്നത് കുടുംബങ്ങളെയാണ്. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവത്തെ കുടുംബത്തിൽ നിന്ന് അകറ്റുകയാണ് സാത്താൻ ചെയ്യുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും സാത്താൻ നശിപ്പിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ ഭിന്നതയും കലഹവും അസൂയയും വിദ്വേഷവും വിതച്ചുകൊണ്ട് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 3:16 തിരുവചനം പറയുന്നുണ്ട്, എവിടെ സ്വാർത്ഥമോഹവും അസൂയയും ഉണ്ടോ അവിടെ ക്രമക്കേടുകളും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്ന്. യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. യാക്കോബ് 4:7 ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.